ഹലോ ഫ്രണ്ട്സ്, സച്ചിയുടെ രേവതിനും ചെമ്പന്നൂർ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും വക്കീലെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രമതി പറയും, ഞാൻ കേസ് പിൻവലിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ പണം മോഷ്ടിച്ചതുകൊണ്ട് കേസ് പിൻവലിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വക്കീൽ പറഞ്ഞ് നിനക്ക് 50,000 രൂപ തരാമെന്ന് പറയാം. ക്യാഷ് തരിക. അത് നമ്മൾ കണ്ട സീനാണ്, ഇന്നത്തെ സീനാണ്. അത് 50,000 രൂപ തരാമെന്ന് പറയുമ്പോഴത്തേക്കും 50,000 പറ്റത്തില്ലെന്ന് പറയാം. അപ്പം പിന്നെ എത്ര 1,00,000 എന്നാൽ 1,00,000 തരാമെന്ന് പറയും. അപ്പം അതും പറ്റത്തില്ല. പിന്നെ എത്ര ചന്ദ്രപതി മേഡം ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് 2,00,000 രൂപ കിട്ടുന്നത്. 2,00,000 2,00,000 ഒന്നും പെട്ടെന്ന് തന്നെ മറുപടി പറയുമ്പോഴത്തേക്കും വക്കീൽ പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയുക, സ്വയം ചിന്തിക്കുകയാണ്, ഇത് കുറഞ്ഞു പോയോ, അവൾ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞില്ല, എന്നപ്പോൾ ഇത്തിരി കൂടുതൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാം. അപ്പം പറയും, നിങ്ങൾ ഇപ്പം തന്നെ സൈൻ ചെയ്ത് തരണം എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അതിപ്പോൾ നിങ്ങളിപ്പോൾ സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്യാഷ് തരുമല്ലോ, നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല നിങ്ങൾ എന്നിട്ട് സൈൻ ചെയ്ത് മേടിച്ചിട്ട് ക്യാഷ് തരാണ്ടിരുന്നാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുമസ്തനോട് പറയും ക്യാഷ് കൊടുക്കാൻ പറയാം. അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ 2,00,000 രൂപ എടുത്ത് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാം, എന്നാൽ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് സൈൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും വക്കീൽ പറയാം, ഇവിടെയല്ല, നമ്മുടെ സ്റ്റേഷനിൽ ചെന്ന് നിങ്ങൾ സൈൻ ചെയ്താൽ മതി, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയാം. ശരി എന്ന് പറയാം. അപ്പം പിന്നെ ബാമയും ചന്ദ്രമതി അകത്ത് ചെന്നിട്ട് പറയുമോ, ചന്ദ്രമതി ഭയങ്കര ആവേശത്തിൽ, ബാമയും എന്താ കണ്ടോ, 2,00,000 രൂപ കിട്ടി, 2,00,000 രൂപ കിട്ടി കണ്ടോ, ഞാൻ വെറുതെ ഇരുന്നിരുന്നെങ്കിൽ ഈ ക്യാഷ് കിട്ടുമായിരുന്നോ, ഈ 2,00,000 രൂപ കിട്ടിയത് കണ്ടോ എന്നുള്ള രീതി പറഞ്ഞ് ആ 2,00,000 രൂപ ചന്ദ്രമതിയോട് ബാമ പറയും, എന്തായാലും നീ ചെയ്തിത്തിരി കടുങ്കയായിപ്പോയി, ആ ചെറുക്കനെ വെറുതെ വിടായിരുന്നു അതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, ഇപ്പം തന്നെ വെറുതെ ഇരുന്നിട്ടില്ല 2,00,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞ് ബാമയോട് ചന്ദ്രമതി പറയണം. അപ്പം പറയും, ഈ ക്യാഷ് ഇവിടെ തന്നെ വെച്ചു, ഞാൻ പിന്നെ വന്ന് മേടിച്ചോളാം എന്ന് പറയുകയാണ്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന നമ്മൾ ചന്ദ്രോദയമാണ്. ചന്ദ്രോദയത്തിൽ രവീന്ദ്രൻ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സച്ചി എന്ന് പറയുന്നുണ്ട്, അച്ഛാ കഴിക്കാം, ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുക, ഇല്ല ഞാൻ കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളൂ എന്ന് പറയാം. ഇല്ല ചച്ച എന്താ വിഷമിച്ചിരിക്കുന്നത്, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കേസെല്ലാം ഓക്കെ ആകും, നമ്മൾ വക്കീൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ക്യാഷൊക്കെ കൊടുത്ത് കൊണ്ട് ഭാരപ്പെടണ്ട എന്ന് പറയുമ്പോഴത്തേക്ക്, ഇല്ല നീ കഴിച്ചോ മോനെ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്നുള്ള പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ഒരു കോൾ വരികയാണ്. കോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് വക്കീലാണ് വിളിക്കുന്നത്. എന്താ സാർ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, സച്ചി ഒരു കാര്യം ചോദിക്കുക. സച്ചി ചോദിക്കുന്നത്, സാറേ ഞങ്ങൾ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുക, സാറിൻ്റെ അടുത്തൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക, എന്താ സാറ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതായത് സച്ചി, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് യാതൊരു രീതിയിലും പ്രശ്നങ്ങളുണ്ടാകത്തില്ല, അത് ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം രീതിയിൽ എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞ്, നിങ്ങളുടെ കേസ് നിങ്ങളുടെ അമ്മ പിൻവലിച്ചിട്ടുണ്ട്, ശരത്തിൻ്റെ കേസ് പിൻവലിച്ചിട്ടുണ്ട്, അപ്പം ശരത്ത് പറയുന്ന ശരത്തിന് നിനക്ക് ധൈര്യമായിട്ട് നിനക്ക് എവിടെ വേണം കൊണ്ടുപോകാം, എന്തെങ്കിലും കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല, കേസിന് പിൻവലിച്ച് അവൻ്റെ പേരിൽ എനിക്ക് കേസില്ല എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുക ആർക്ക്, നമ്മുടെ ശരത്തിന്, അല്ല സച്ചിക്ക്. കേട്ടപ്പോൾ അത് കേൾക്കാത്ത പോലെ ഓടി രേവതിയോട് പറയുന്നുണ്ട്. രേവതി ചോദിക്കുന്നത്, എന്താ സച്ചേട്ടെന്ന് പറയുമ്പോഴത്തേക്ക് വക്കീൽ പറഞ്ഞിട്ടാണ് കേസ് പിൻവലിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാ കേസും പിൻവലിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുക, ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല, ചന്ദ്രമതി തന്നെയാണ് ഈ കേസ് പിൻവലിച്ചത് എന്ന രീതി ചോദിക്കുന്നു. അതെ അച്ഛാ, അമ്മ തന്നെയാണ് പിൻവലിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം സാറേ ഞങ്ങൾ പിന്നെ വന്ന് കണ്ടോളാം, സാറെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പം തന്നെ അവിടെ എല്ലാവരും നല്ല ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും അതുപോലെ വർഷയും എല്ലാവരും വരുന്നത്, വർഷയും ശ്രീകാന്ത് എല്ലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം ചോദിക്കുമ്പോഴത്തേക്ക്, അതായത് ശ്രീകാന്തിൻ്റെ ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയുക, അമ്മ കേസ് പിൻവലിച്ചെന്നോ, അതെങ്ങനെ പോസിബിളാണെന്ന്, കാരണം അത് അമ്മ കേസ് പിൻവലിക്കാൻ യാതൊരു ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു. വക്കീലെ വിളിച്ച് പറഞ്ഞ് കേസ് പിൻവലിച്ചെന്ന് തന്നെ പറയുന്നത് എന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറയാം, അങ്ങനെയാണോ? ഉടനെ വർഷം ശ്രുതിയും ചോദിക്കാൻ, കേസ് പിൻവലിച്ചു, ആൻറ്റി അങ്ങനെ കേസ് പിൻവലിക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, കാരണം ടൈം ഹീൽസ് എവരിത്തിങ്, അതായത് അമ്മയുടെ ചില ദേഷ്യം ഉണ്ടായിരുന്നു, ആദ്യം ദേഷ്യം സമയം കൊടുത്തപ്പോഴത്തേക്കെല്ലാം മാറി മറിഞ്ഞ ആൻറ്റിക്കും ഇത്ര ഒരു ചിന്തിക്കാനുള്ള സമയമായിരുന്നു, ആൻറ്റി ചിന്തിച്ചു, അതിനനുസരിച്ച് വന്നു എന്നുള്ള രീതി പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ശ്രുതി ഒരു കാര്യം കൂടെ എടുത്തിരുന്നത്. ശ്രുതി പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആൻറ്റി ഇങ്ങനെ കേസ് പിൻവലിക്കുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അതെന്നാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ് പിൻവലിച്ചതെന്ന് പറഞ്ഞു. അതല്ല രേവതി, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആൻറ്റി കേസ് പിൻവലിക്കത്തില്ല എന്നല്ലേ പറഞ്ഞത്, അപ്പം ഇത് ഇങ്ങനെ കേസ് പിൻവലിക്കാനുള്ള റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുവാണ്. അപ്പം എന്നിട്ട് സച്ചി പറയാം, അച്ഛാ ഇനിയിപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് പറയാം.
ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്ന പരിപാടിയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടല്ല അവൾ ഇവിടുന്ന് പോയത്. ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അവൾ ഇറങ്ങിപ്പോകുന്ന അവൾ സ്ഥിരം പരിപാടി. എന്നിട്ട് അവൾ തന്നെ താനെ വരാറുണ്ട്. അപ്പം ഞാനായിട്ട് പോകത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി ചാടിക്കറി പറഞ്ഞു, എന്നാൽ ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ സച്ചി ഓടിപ്പോട്ടാ മര്യാദയ്ക്ക്. കാരണം ഞാൻ ഇനിയിപ്പം അച്ഛൻ വിളിക്കാൻ ചെന്നില്ലെന്ന് പറഞ്ഞ ഉള്ള പരാതിയിൽ അമ്മ വരാണ്ടിരിക്കും. നീ പോകണ്ട, നീ ഇവിടെ നിന്നാൽ മതി, അച്ഛൻ പോയി വിളിച്ചോണ്ട് വന്നോളും. എന്നുള്ളത് അച്ഛൻ പോകണം, ശരിയാകണം, അച്ഛൻ പോയാൽ മാത്രമേ ശരിയാകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചേർന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ ഇതൊരു വളവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കും, അല്ല ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കും. മാത്രമല്ല അവളൊരു കാര്യം മനസ്സിലാകും, ഓരോരുത്തരുടെ പിടിവാശിയും സ്വന്തം ഇഷ്ടങ്ങളും സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചു പോകുന്നത്. അല്ലാതെ കൂടെ നിൽക്കുന്നവരുടെ ഇഷ്ടങ്ങളോ സമാധാനമോ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ പോയി കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും സമാധാനക്കേടൊക്കെ അവൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവൾ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അവൾ അവളുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവളോട് പറഞ്ഞേക്ക്, കൂടെ നിൽക്കുന്നവർക്കും വിഷമമുണ്ട്, അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആരും ഈ വീട്ടിൽ കാണത്തില്ല എന്ന് പറഞ്ഞേക്കാൻ പറയുവാണ്. അങ്ങനെ പറഞ്ഞ് നിർത്തുന്ന സീനാണ്. അടുത്ത് കാണിക്കുന്നത് മീരയും നമ്മുടെ ശ്രുതിയും ചേർന്ന് സംസാരിക്കുക. മീര പറയാണ്, എന്നാലും കേസ് ശ്രുതി പറയാണ്, എന്നാലും കേസ് പിൻവലിക്കാൻ എന്നെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും മീര പറയണ, ഇതിപ്പം ഭയങ്കര പ്രശ്നമായി പോയല്ലോ, ഇതിപ്പം കേസൊക്കെ പിൻവലിച്ചുകൊണ്ട് അതായത് നിനക്കാണ് പണി കൂടുതൽ കിട്ടിയേക്കുന്നത്. അതായത് കേസ് കൊടുത്ത് സച്ചിയും രേവതിയും വീട് വിട്ട് ഇറക്കുമെന്ന് ഓർത്ത് അത് വീട് വിട്ട് ഇറക്കിയിട്ടുമില്ല. മാത്രമല്ല അവരെ വീട്ടിൽ കയറ്റുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് നിനക്ക് തന്നെയാണ്. ഇപ്പം ആൻ്റണിയും നവീൻദാസും നിനക്കെതിരെ തിരിഞ്ഞു. അവനെതിരെ അവനെ പഠിച്ച് ഇട്ടതുകൊണ്ട് അവനെ ചികിത്സിക്കാൻ വേണ്ടി നീ 2 ലക്ഷം രൂപ കൊടുക്കണം. വീട്ടിൽ ശരത്തിനെതിരെ കേസ് പിൻവലിച്ചു. സച്ചിൻ രേവതി വീട്ടിൽ തന്നെ നിൽക്കുന്നു. എല്ലാം കൊണ്ട് നിനക്ക് തന്നെയാണല്ലോ പാറയെന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല, ഇതിൻ്റെ അത് എന്തോ സംഭവിക്കുന്നുണ്ട് മീരെ, അതെന്താണല്ലോ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആൻ്റണി വിളിക്കണം. ആൻ്റണി കോൾ വരുമ്പോഴത്തേക്കും മീര പറയണേ, എന്തായാലും കോൾ എടുത്ത് സംസാരിക്കാതിരിക്കുന്നു, കോൾ എടുക്കുന്നു പറയുമ്പോൾ എന്താ ആൻ്റണി ചോദിക്കുമ്പോഴത്തെ പറയാം, എന്താണെന്നോ നിനക്ക് തന്നെ 2 ലക്ഷം രൂപ ഞാൻ നിന്നോട് ചോദിച്ച് നിനക്ക് മനസ്സിലായില്ല, എന്തിനാ കാരണം നിനക്ക് ചോദിച്ച് മനസ്സിലായി. അവൻ ഓരോ ദിവസവും കൂടി ചത്തുകൊണ്ടിരിക്കുക. അവൻ പെട്ടെന്ന് ചത്തി കഴിഞ്ഞാൽ എന്നെ പിടിക്കും പോലീസ്. എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ മാപ്പുസാക്ഷി ആവുകയും ചെയ്യും. അതിന് പുറകെ നീ ജയിലിൽ പോവുകയും ചെയ്യും. അപ്പോൾ ഇത് വേണ്ടോ നീ തന്നെ ചിന്തിക്കേണ്ട, വേണ്ടോ നീ തന്നെ തീരുമാനിക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്ടും നീ പേടിപ്പിക്കാതെ ആൻ്റണി, ഞാൻ ഇതിൻ്റെ അത് വേറൊന്നും ചെയ്യുന്നില്ല, ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അത് കേസ് പിൻവലിക്കാനും ക്യാഷ് റെഡിയാക്കാനും എല്ലാം ശരി നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്നെ പേടിപ്പിക്കരുത്, ഞാൻ പെട്ടെന്ന് തന്നെ ക്യാഷ് തന്നേക്കാം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്താൽ നിനക്ക് കൊള്ളാം, അവൻ ചത്തുപോയി കഴിഞ്ഞാൽ ആകെ വിഷയമാകും എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയുടെ വീടാണ്. ലക്ഷ്മിയുടെ വീട്ടിൽ ദേവുവിനെ ഫോൺ വിളിച്ച് രേവതി പറയാണ്, ശരത്തിൻ്റെ കേസ് എൻ്റെ പിൻവലിച്ച് മോളെ, ഇനിയിപ്പം ശരത്തിനെ കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ദേവ് ഓടിച്ചെന്ന് അമ്മയോട് പറയുക, അമ്മ എന്നെ പോലെ കേസ് പിൻവലിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ദേവ് സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ഫോട്ടോകൾ, അതായത് തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഫ്രണ്ടിൽ ചെന്നിട്ട് കൃഷ്ണേട്ട നമ്മുടെ മോൻ രക്ഷപ്പെട്ടു, കൃഷ്ണേട്ടൻ്റെ കാരുണ്യം കൊണ്ടും പിന്നെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും കൃഷ്ണേട്ടനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊക്കെയാണ് കൃഷ്ണേട്ടൻ ഇങ്ങനെ നിന്ന് രക്ഷപ്പെടുത്തി താൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നുണ്ട്, എന്തിനാണെങ്കിലും വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയൊക്കെ നിൽക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ശരത്തും രേവതിയും സച്ചിയെല്ലാം വീട്ടിൽ കയറി വന്നപ്പോഴത്തേക്ക് ശരത്തിനെ കണ്ട വാതി ഓടിച്ചെന്ന് ശരത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി. എന്നിട്ട് മോനെ നിന്നെ എനിക്ക് തിരിച്ച് കിട്ടിയല്ലോടാ, ഞാൻ ഓർത്തു നീ ജയിലിൽ പോകും, നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, പിന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര കരച്ചിലും പിടിച്ചില്ല. ഇനി ദയവ് ചെയ്ത് ഞങ്ങൾ അന്ന് പറഞ്ഞ പോലെ നീ നല്ല രീതിയിൽ നടക്കണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ അത് ചെയ്തില്ല, നീ ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണേ എന്ന് പറയുമ്പോഴത്തേക്കും പറയാം, അമ്മേ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞിട്ടൊന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു, ഇനി ഒരിക്കൽ പോലും അങ്ങനെ ഞാൻ ചെയ്യത്തില്ല, ഇനി നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ നിൽക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് മോനെ എന്നോടല്ല ക്ഷമ ചോദിക്കണ്ടേ, എടാ നീ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളോട് ആ കാര്യം എന്താണെന്ന് പറയാതെ, അത് നീ മോഷ്ടിച്ച കാര്യം എന്താണെന്ന് പറയാതെ നിന്നെ ഇത്ര നാളും സംരക്ഷിച്ചത്, നിന്നെ ഇത്ര നാളും കൂടെ നിർത്തിയ ഒരു വലിയ മനുഷ്യനുണ്ട്, അതാണ്ട് സച്ചി മോൻ്റെ കാലം വീണോ, അല്ല സച്ചിയോട് ക്ഷമ പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ
നമ്മുടെ അച്ഛൻ പോയ ശേഷം ആ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സച്ചിയേട്ടനാടാ അല്ല സച്ചിമോനാടാ. അതുകൊണ്ട് അവനോട് നീ നന്ദി പറയണമെന്ന് പറയുമ്പോഴത്തേക്കും ഓടിപ്പോയി സച്ചിയുടെ കാലം വീഴുക. സച്ചിയുടെ കാലം വീണിട്ട് പറയാം, സച്ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ഒരുപാട് കാര്യത്തിൽ ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം എന്നോട് ക്ഷമിച്ച് എൻ്റെ കൂടെ നിന്ന് എന്നെ സംരക്ഷിച്ചതേ ഉള്ളൂ സച്ചേട്ടൻ. അതുകൊണ്ട് ഇനി ഞാൻ തെറ്റുകളൊന്നും ആവർത്തിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയണ്ട, എൻ്റെ മോനെ നീ എൻ്റെ കാലിലൊന്നും വീഴണ്ട. കാരണം നീ നിൻ്റെ തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി പശ്ചാത്തപിക്കുമ്പോഴാണ് അവന് പ്രായശ്ചിത്തം കിട്ടുന്നത്. നിനക്കിപ്പോൾ ഇത്ര ബോധ്യപ്പെട്ടുള്ളൂ. നീ കുറേ ദിവസമായിട്ട് അത്യാവശ്യം ആദരണീയമായിട്ടുള്ള വിഷയങ്ങളെല്ലാം മാറി നിൽക്കുന്നുണ്ടല്ലോ. അവിടെ തൊട്ട് നിൻ്റെ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടായി പോലും എല്ലാ വിഷയം നിൻ്റെ തീർന്നു വരുവാണ്. ഇതോടെ നിൻ്റെ വിഷയങ്ങളെല്ലാം തീർന്നു. ഇനി നിനക്ക് നീ ചെയ്തതായിട്ടുള്ള പാപങ്ങളൊന്നും നിന്നെ ഫോളോ ചെയ്യത്തില്ല. നീ ഇനി സന്തോഷത്തോടെ ജീവിക്കാം. നിൻ്റെ അമ്മേനെയും പെങ്ങന്മാരെയും എല്ലാം നോക്കി നിനക്ക് സന്തോഷത്തോടെ ഈ മാത്രമല്ല, നീ എനിക്ക് ചെയ്തു തരാൻ പറ്റിയ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുമ്പോഴത്തേക്ക് നീ നന്നായിട്ട് പഠിക്കുക, നിൻ്റെ പരീക്ഷയെ പാസ്സാവുക, നിനക്ക് നല്ലൊരു ജോലി പ്രവേശിക്കുക, അതൊക്കെയാണ് നീ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു സീനാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ നല്ല നല്ല വിശേഷങ്ങൾ ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.